സുന്ദരനായോ? സുന്ദരനായോ? അങ്ങനെ ഒരു റംസാൻ മാസം കൂടി വന്നിരിക്കുകയാണല്ലേ. എല്ലാവർക്കും റംദാൻ മുബാറക്. അപ്പോൾ 3:30 ആയപ്പോൾ അലാറം അടിച്ചു. കുറേ സമയം കട്ടിലേൽ ആടി തൂങ്ങിയിരുന്നു കേട്ടോ. പിന്നെന്തായാലും അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എഴുന്നേറ്റ് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. കുട്ടികൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ലൈറ്റ് ഇട്ടിട്ട് പോലും രണ്ടുപേരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഫീഡിങ് നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1.5-2 മാസമായിട്ട് രാത്രി എഴുന്നേക്കലും കരച്ചിലും തന്നെയായിരുന്നു നിതിമോള്. നമ്മളുടെ ഉറക്കം ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒന്ന് നോർമലായിട്ട് 1.5-2 ആഴ്ച ആയതേ ഉള്ളൂ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് എഴുന്നേക്കും, വെള്ളം കുടിക്കും, കിടക്കും. പിന്നെ ഒരു 6 മണി 6:30 ആകുമ്പോഴാണ് ആൾ എഴുന്നേക്കുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. അപ്പോൾ ഞാനന്ന് എഴുന്നേറ്റ് ഫ്രഷായി അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും ഉമ്മച്ചി ഓൾറെഡി അവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചൂടുവെള്ളമൊക്കെ വെച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഇടയത്താഴത്തിന് ഗോതമ്പപ്പം പിന്നെ മുട്ടയും കിഴങ്ങും കൂടെ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയും ചൂടുവെള്ളവും പിന്നെ ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചിരവിയിട്ടാൽ നല്ലതാണ് കേട്ടോ. പക്ഷെ പൊട്ടിച്ച തേങ്ങ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വെളുപ്പം കാലത്തിന് തേങ്ങ പൊട്ടിക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. അങ്ങനെ അത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി എന്നോട് പറഞ്ഞു, നീ അപ്പം ചൂട്ടോ, ഞാൻ കറിയുടെ കാര്യം നോക്കിക്കോളാമെന്ന്. പിന്നെ നമ്മൾ കുറച്ച് 3:30 ആയപ്പോൾ എഴുന്നേറ്റതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമുണ്ട്. അതുകൊണ്ട് ധൃതി ഒന്നും വെക്കാതെ പയ്യെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഓരോന്ന് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഞാനത് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മച്ചി അപ്പോഴേക്കും കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കി. ഈ ഒരു ഗോതമ്പപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്തായാലും റംസാൻ മാസമാണല്ലോ. അപ്പം കുറച്ചൊക്കെ നമ്മുടെ വെയിറ്റ് കുറയുകയാണെങ്കിൽ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മാക്സിമം ഇടയത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഗോതമ്പിൻ്റെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമല്ലോ. കഴിഞ്ഞ നോമ്പിൽ ഞാനിത് തന്നെ ട്രൈ ചെയ്തതാണ്. എനിക്കതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ പ്രാവശ്യം ഒന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഭയങ്കര ഓവർ വെയിറ്റ് ഉണ്ടെന്നല്ല, എന്നാലും ഫീഡിങ് നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി വയ്ക്കാൻ നോക്കുമ്പോൾ കറിവേപ്പിലയില്ല. അങ്ങനെ പോയിട്ട് കറിവേപ്പിലേക്ക് എടുത്തുകൊണ്ട് വന്നു. കിഴങ്ങും നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചീനിച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല, മീറ്റ് മസാലയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് കിഴങ്ങും ഇട്ടൊന്ന് തിളപ്പിച്ച് അതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി റെഡി. ഈ ഒരു വീഡിയോയിൽ ഇടയത്താഴം മുതൽ നോമ്പുതുറ വരെ കാണിക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ. മാക്സിമം ടൈം കുറച്ച് ഒരു 15-16 മിനിറ്റിനുള്ളിൽ നിൽക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ 10 മിനിറ്റ് ആണെങ്കിലും അതിനുള്ളിൽ നിൽക്കാൻ പാകത്തിന് എടുക്കണം എന്നാണ് കേട്ടോ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് എടുക്കുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന എനിക്കും കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും. പിന്നെ കൂടുതൽ നമ്മൾ ഈ ഓൺ വോയിസ്, അതായത് വോയിസ് ഓവർ കൊടുക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു 10-15 മിനിറ്റിനുള്ളിൽ നിർത്താമെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ ചായ വെച്ചു. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റുമിച്ചി നോമ്പെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റുമിച്ചിക്ക് അസുഖം വരുന്നതിന് മുമ്പ് 30 നോമ്പും കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ആ സ്ട്രോക്ക് വന്നതിന് ശേഷം ഇതുവരെ നോമ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും മരുന്നുണ്ട്. എന്നാലും കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം ഞാനും ഒന്ന് നോമ്പെടുത്ത് നോക്കാൻ പോവാം, പറ്റുവാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും സപ്പോർട്ട് ചെയ്തു, എന്തായാലും ഒന്ന് എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഈ പ്രാവശ്യം മറ്റുമിച്ച് നോമ്പെടുക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. റെസ്റ്റ് എടുക്കാമെന്ന് പറയാനില്ല, കാരണം എനിക്ക് ഓൾറെഡി എടുത്തു വെച്ചിരുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു ഞാൻ. പിന്നെ അഫീനെ വിടാനുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി സമയം കിടന്നുറങ്ങാനൊന്നും പറ്റൂല്ലല്ലോ. ഇതാരായിരിക്കണേ? അമ്മമ്മ തിന്നുവാണോ? അപ്പാണോ തിന്നണേ? ഒരു ഹായ് പറയോ? പറ. പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. മുട്ടത്തല. കൊച്ചിന്റെ പേരെന്നാ? കൊച്ചിന്റെ പേരെന്നാ? ധനീൻ. ധനീൻ എന്നാണോ പേര്? ഇക്കാക്ക എന്തേ അവിടെ ഉണ്ടോ?
രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഉമ്മച്ചി നിധിക്കുട്ടിയും കൂടിയിട്ട് നല്ല പണിയിലാണ് കേട്ടോ. ഉമ്മച്ചി അപ്പം ചുട്ട് കൊടുക്കുന്നുണ്ട്, അവളത് കഴിക്കുന്നുണ്ട്. പിന്നെ അഫിയുടെ ലഞ്ച് ബോക്സിലേക്ക് എല്ലാം എടുത്തു വെച്ചു കേട്ടോ. അപ്പം അതുപോലെ തന്നെ കറിയാണ് കൊടുത്തു വിടുന്നത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലത്തേക്ക് പേരയ്ക്കും അതുപോലെ തന്നെ ആപ്പിളും ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് അത് മൂന്നും അവൻ്റെ ബാഗിൽ എടുത്തു വെച്ചു. പിന്നെ അവനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് ഫ്രഷാക്കി യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് കൊടുക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ ആൾ സ്കൂളിൽ പോകുന്നത്. ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പായതുകൊണ്ട് എന്തായാലും തൊപ്പിയൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞ് തന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് റെഡിയാക്കി നിർത്തി. ഞാൻ അവൻ്റെ സോക്സ് കണ്ടില്ല, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയ സമയത്ത് ഞാനവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കായിരുന്നല്ലോ, അതിൽ വന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനി കാണുന്നത്. സുന്ദരനായോ? 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 ഞാൻ സോക്സ് എടുക്കാൻ പോയ സമയം കൊണ്ട് എടുത്തു വെച്ചതാണ് കേട്ടോ അത്. സത്യത്തിൽ ഞാനത് ശ്രദ്ധിച്ചതുമില്ല, പക്ഷേ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു ക്ലിപ്പിങ്സ് കാണുന്നത് കേട്ടോ. സുന്ദരനായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഫീനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോവാണ്. വാച്ചൊക്കെ കെട്ടി കാണിച്ചു തരുന്ന കേട്ടോ അഫി. വേണ്ട, അവൻ്റെ ഒരു മിഠായി. നോമ്പിൻ്റെ സമയത്ത് തന്നെ മിഠായി കാണിച്ചു കൊടുക്കണം. 8:50 ആവും ഇപ്പോൾ ബസ് വരെ. നേരത്തെ 8:45 വരെയായിരുന്നു, ഇപ്പം 8:50 കഴിയും. 20 മണിയായി. ഇപ്പോൾ അഫീനെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. ഇന്ന് കുറച്ച് നേരത്തെ വന്നു കേട്ടോ, അല്ലെങ്കിൽ ആ ബസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയാണ് സ്കൂൾ ബസ് വരുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ ബസ് ആദ്യം വന്നു, അങ്ങനെ കയറ്റി വിട്ടിട്ട് തിരിച്ച് പോകുന്നതാണ്. എങ്ങോട്ടാ? പോകണ്ട കേട്ടോ, പോണ്ട. പോവോ? പോണ്ട, പോകണ്ട. ഓടുക ഇത് കുട്ടി, പോണ്ടാട്ടോ. പിണങ്ങി പോണ്ടാട്ടോ ഇത് കുട്ടി, പോണ്ട. ഉബി പോക്കോട്ടെ. ഉബി പോയി. പോന്നില്ലേ? പിണങ്ങിയാ കുട്ടി? പിണങ്ങിയോ? പോണ്ട. ഉബി പോയി. ഉബി പോട്ടെ. അതെ, ഉബി പോയിന്നേ. ഉബി പോട്ടെ അല്ലേ? ഉബി പോട്ടെ. എന്തോ തലയിൽ. ബാ ബാ. ഏതാ? എങ്ങോട്ട്? പോണ്ട, പോണ്ട. ഒന്ന് പേടിപ്പിച്ചേ. ഏയ്, എങ്ങോട്ടാ? മണ്ണ് വരാൻ പോവാണോ? പാടിയൂടെ? ഉപയോഗത്തുണ്ട്. ബാ കേറി വാ. നിധിക്ക് പിന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം കേട്ടോ. പുറത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പോവാന്നൊക്കെ പറയുന്ന കേൾക്കാം. അമ്മായിയുടെ വീടാണ് മെയിൻ ലക്ഷ്യം. ഇടയ്ക്ക് അമ്മായി എന്നും പറയും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരണമെന്നൊന്നുമില്ല. അവിടെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ കണ്ടുകൊണ്ടിരുന്നോളും. ഇക്കക്കമാരുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അവിടെ തന്നെ ഇരിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ചിലപ്പം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആയിട്ട് ഉമ്മച്ചി അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഉമ്മച്ചിയുടെ പുറകെ കൂടിയാക്കനായിട്ടോ അമ്മായി പോവാം എന്നിങ്ങനെ പറയും കേട്ടോ. അമ്മായിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന കേട്ടോ കണ്ടത്. പിന്നെ അവർ ഉമ്മച്ചി പറഞ്ഞു കുറച്ച് നേരം ഒന്ന് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി അവളെ കൊണ്ട് പോയി. പിന്നെ എനിക്ക് കുറച്ച് അടുക്കിപ്പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു, പിന്നെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടോ എല്ലായിടത്തും. പിന്നെ കുറച്ച് തുണി കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു, അത് ആദ്യം തന്നെ ഇട്ടു, അതിന് ശേഷമാണ് അടിച്ചു വരാൻ നിന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും അത് അലക്കി കിട്ടുമല്ലോ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് കുറച്ച് മറ്റുമ്മച്ചി കഴുകി തന്ന് ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ഉമ്മച്ചി കഴുകി, കുറച്ച് ഞാനും കഴുകി. അങ്ങനെയായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ പണിയൊക്കെ കുറച്ച് താമസിച്ചിട്ടാണ് കേട്ടോ നീങ്ങുന്നത്.
ഒതുങ്ങുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോസ് ആണെങ്കിൽ കുറച്ച് താമസം എടുക്കും. മറ്റേ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇത് നമ്മൾ പണി ചെയ്യുന്നതിൻ്റെ ഒപ്പം അത് ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം നടക്കണമല്ലോ. അതുമാത്രമല്ല, നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വ്ളോഗ് മാത്രം ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു. അതായത് ഫോൺ ഹൊറിസോണ്ടലി പിടിച്ച് മാത്രം എടുത്താൽ മതിയായിരുന്നു. ഇത് പക്ഷേ ഷോർട്സും കൂടി ഉള്ളതുകൊണ്ട് ഫോൺ വെർട്ടിക്കലിയും പിടിക്കണം. അപ്പം ഒരു സാധനം നമ്മൾ ഹൊറിസോണ്ടലി ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫാക്കിയിട്ട് അടുത്തത് നമ്മൾ വെർട്ടിക്കലി ഷൂട്ട് ചെയ്യണം. അങ്ങനെ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. അതിനിടയ്ക്ക് എല്ലാ ക്ലിപ്പിങ്സും കൂടെ നിറഞ്ഞിട്ട് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അതായത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിപ്പം വ്ളോഗാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്ലിപ്പിങ്സും സെലക്ട് ചെയ്യും. അതിൽ പകുതി നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ അത് റിമൂവ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്തായാലും തുണിയൊക്കെ ഒന്ന് അലക്കി കിട്ടിയപ്പോഴത്തേക്കും വിരിച്ചിട്ടു. പിന്നെ അപ്പോഴേക്കും അത്തച്ചി ഉടുമ്പന്നൂർ പോയിട്ട് വന്നു കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ചിക്കനൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി നമസ്കാരമൊക്കെ കഴിഞ്ഞ് അടുത്ത നമ്മുടെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മച്ചി ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. പണി പകുതിക്ക് വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നോമ്പായതുകൊണ്ട് ഇന്ന് മുതൽ ഹഫീനെയൊക്കെ നേരത്തെ വിടും. അപ്പോൾ ഒരു 3 മണിക്ക് ആകുമ്പോഴത്തേക്കും അവർ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 3:30 ആകുമ്പോഴത്തേക്കും വണ്ടി വരും. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബാക്കി പണിയൊക്കെ ഉമ്മച്ചി കുറേയൊക്കെ ചെയ്യും. ഞാൻ പോകുമ്പോഴേക്കും എന്തായാലും നമുക്ക് അവനെ വിളിച്ചുകൊണ്ടിരാം. വാങ്ങിച്ചു തരുന്നില്ല. ബസ് ഇറങ്ങിയ ഉടനെ തന്നെ ആഫി ഒറ്റ കരച്ചിൽ, നോമ്പ് വെക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, നീ നോമ്പ് വെച്ചോ, വീട്ടിലിരിക്കണ ദിവസം നോമ്പ് വെച്ചോളാൻ പറഞ്ഞു. കരഞ്ഞ് വിളിച്ചാണ് കേട്ടോ വീട് വരെ എത്തിയത്. പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം അങ്ങനെ പോയി. പിന്നെ ഞാൻ വന്നപ്പോഴേക്കും ഉമ്മച്ചി പത്തിരിക്കുള്ള എല്ലാം വാട്ടിക്കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനുള്ള മുളക് മല്ലിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും അതിൻ്റെ കൂടെ മസാലയും പിന്നെ മഞ്ഞപ്പൊടിയും മറ്റ് ഉപ്പ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുമ്മച്ചിയും വന്നോട്ട്. മറ്റുമ്മച്ചിയും ചെറിയ രീതിയിലൊക്കെ മറ്റുമ്മച്ചിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉരുട്ടാൻ നോക്കിയപ്പോഴത്തേക്കും കൈക്ക് അത്ര ഒരു ബലം ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയായിരുന്നു മറ്റുമ്മച്ചി. ഞാൻ പിന്നെ അത് വാങ്ങിച്ച് ഞാൻ തന്നെ അത് ചെയ്തു കേട്ടോ. പണ്ട് മഞ്ചിക്കൽ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഉമ്മച്ചി കടയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനും മറ്റുമ്മച്ചിയും മാത്രമായിരിക്കും നോമ്പിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ കാണുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ. ഇതുപോലെ മാക്സിമം മറ്റുമ്മച്ചി തന്നെയാണ് ചെയ്യാറ്. അന്നൊന്നും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അടുക്കളയിൽ കയറുന്നൊരു അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ അന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം, നമ്മുടെ ഒരുമിച്ചുള്ള നോമ്പുതുറയും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ശരിക്കും ആ ദിവസമൊക്കെ മിസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങളത് പത്തിരിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറം കോഴിക്കറി റെഡിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ പോയി നിസ്കരിച്ചിട്ട് വന്നു. പിന്നെ ഉമ്മച്ചിക്കുള്ള മുട്ടക്കറി ആക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒന്ന് താളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് താളിച്ചൊഴിച്ചു. അപ്പം പത്തിരിയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി മുട്ടക്കറിയും ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. നാരങ്ങാവെള്ളം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറുതായിട്ട് ഡയറ്റിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ടേ ഷുഗർ ഇപ്പം അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നാരങ്ങ വെള്ളത്തിലും ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിലും നോമ്പിൻ്റെ സമയത്ത്, നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ മറ്റേ സ്നാക്സ് വേണമെന്ന് ഇവിടെ അങ്ങനെ ആർക്കും വലിയൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൂടുതലും നമ്മൾ ഫ്രൂട്ട്സാണ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അതൊന്നും വാങ്ങിയിട്ടില്ല. ഫ്രൂട്ട്സ് മാത്രം, ആപ്പിളും മുന്തിരി അതുപോലെ തന്നെ തണ്ണിമത്തങ്ങ പിന്നെ ഈന്തപ്പഴം, അത്ര മാത്രമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഓവറായിട്ട് കൊണ്ടുവന്ന് ടേബിൾ നിറയ്ക്കുന്നതിനോട് അങ്ങനെ, കാരണം ആരും കഴിക്കൂല, അത്രേ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാലോ, അത് മാത്രം വാങ്ങി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നോമ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1-2 കിലോ എങ്കിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്ര ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ സ്നാക്സ് കാര്യങ്ങളൊന്നും വാങ്ങിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ നാരങ്ങ വെള്ളത്തിലും ഉപ്പ് ചേർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അഫിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ എല്ലാവരും ബാങ്ക് വിളിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ.
അഫി എൻ്റെ ഒപ്പം നിസ്കരിക്കണം എന്നും പറഞ്ഞ് കയറി നിൽക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ ആ മുസല്ലയും അതുപോലെ തന്നെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ മുസല്ലയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അവനത് ആ ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഉള്ളിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അതും എടുത്ത് ആ തൊപ്പിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അമ്മായി ഈ പ്രാവശ്യം നമുക്ക് പള്ളിയിൽ നിന്ന് ജീരക്കഞ്ഞൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാൻ കേട്ടോ. നമ്മുടെ അത്താഴം മുതൽ നോമ്പുതുറ വരെയുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത്. കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. കുറേയൊക്കെ എടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ നോമ്പുതുറയുടെ സമയത്ത് മൊത്തം ഒരു ഹരിബറിയായി പോയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ നിർത്താൻ പറ്റിയെന്ന് തോന്നുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇഷായും താഴെ കഴിഞ്ഞിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറക്കമൊക്കെ കണക്കാണ്. കാരണം എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം കുറേ ഉണ്ടാവും, വീഡിയോ അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.